മന്ത്രിസഭാ രൂപീകരണത്തിൽ കോഴിക്കോടിനും കാസർഗോഡിനും പ്രാതിനിധ്യം നൽകാത്തതിൽ മുസ്ലിം ലീഗിൽ അമർഷം. വരുന്ന നേതൃയോഗത്തിൽ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ വിഷയം ഉന്നയിക്കും. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിഖിൽ, കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ നടക്കുമ്പോഴും നമ്മൾ കണ്ടതാണ് ലീഗിന്റെ ഓഫീസിന് മുന്നിൽ കരിങ്കൊടി ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കുന്ന കാഴ്ചകൾ. അപ്പോൾ വലിയ അതൃപ്തിയിലാണല്ലേ? അമൃത, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായി വിജയിച്ച രണ്ട് ജില്ലകളിൽ ഒന്നാണ് കാസർഗോഡും അതോടൊപ്പം തന്നെ കോഴിക്കോടും. മത്സരിച്ച മുഴുവൻ പേരും ഇവിടെ നിന്ന് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ദൗർഭാഗ്യവശാൽ ഈ രണ്ട് ജില്ലകൾക്കും മന്ത്രി പ്രാതിനിധ്യം നൽകാൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി. കോഴിക്കോട് ഉറപ്പായും ഒരു മുസ്ലിം ലീഗ് മന്ത്രി ഉണ്ടാകുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് ഉറപ്പ് നൽകിയിരുന്നതുമാണ്. ഈ മുഴുവൻ പേരും വിജയിച്ച് കയറുമെന്ന് നേതൃത്വം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇത്ര വലിയ വിജയം ഉണ്ടായിട്ട് ആ ജില്ലയ്ക്ക് ഒരു മന്ത്രിയെ പോലും നൽകാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിനും മന്ത്രിയില്ല, മുസ്ലിം ലീഗിനും മന്ത്രിയില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ 2.5 വർഷത്തിന് ശേഷം പാറക്കൽ അബ്ദുള്ളയെ മന്ത്രിയാക്കുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. പക്ഷെ അതിലും ഇപ്പോൾ അതൃപ്തിയുണ്ട്. അതിലും തൃപ്തരാകാൻ അണികൾ തയ്യാറല്ല. കാരണം ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഗ്രാൻഡ് വിക്ടറി കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാകുന്നത് UDF-ന്. അപ്പോൾ അതിന് അർഹമായിട്ടുള്ളൊരു അംഗീകാരം ആ ജില്ലയ്ക്ക് നൽകേണ്ടിയിരുന്നു എന്നുള്ളതാണ് അണികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. PK കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും ഫേസ്ബുക്ക് പേജുകളിലെ വിവിധ പോസ്റ്റുകൾക്കടിയിൽ അണികളുടെ പ്രതിഷേധം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കാസർഗോഡിന്റെ കാര്യം. മഞ്ചേശ്വരം അടക്കമുള്ള മണ്ഡലങ്ങൾ, അതിശക്തമായിട്ടുള്ള പോരാട്ടം നടന്ന മണ്ഡലങ്ങളാണ്. അവിടങ്ങളിൽ വിജയിച്ച് കയറിയിട്ട് പോലും AK അഷ്റഫിനെയും കല്ലട്ടർ മായിൻ ഹാജിയെയും പരിഗണിച്ചില്ല എന്നുള്ളൊരു വിമർശനമാണിപ്പോൾ കാസർഗോഡ് നിന്നുള്ള അണികൾ ഉന്നയിക്കുന്നത്. 2.5 വർഷത്തിന് ശേഷം കോഴിക്കോടിന് പ്രാതിനിധ്യം നൽകാമെന്ന് ഉറപ്പ് നൽകി. പക്ഷെ അപ്പോഴും കാസർഗോഡിന്റെ കാര്യം അവിടെ അവശേഷിക്കുകയാണ്. ഒരു കടുത്ത അവഗണന ജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് അണികളും നേതാക്കളും ഒക്കെ പറയുന്നത്. എന്തായാലും വരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് കളമശ്ശേരിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് എന്ത് അർഹതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകിയത് എന്നുള്ള വിമർശനം കൂടി അണികൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ആദ്യ തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാലും പാറക്കൽ അബ്ദുള്ളയ്ക്കോ അല്ലെങ്കിൽ AK അഷ്റഫിനോ ഒക്കെ അദ്ദേഹത്തെക്കാളും അർഹതയുണ്ടായിരുന്നു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഇവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് കളമശ്ശേരി MLA-ക്ക് അവസരം നൽകിയത് എന്നുള്ളതാണ് അണികൾ ചോദിക്കുന്നത്. അപ്പോൾ നേതൃത്വം വിശദീകരിക്കുന്നത് തെക്കൻ മേഖലയ്ക്കുള്ള ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ്, പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ള നിലയ്ക്കാണ് കളമശ്ശേരി MLA-ക്ക് അവസരം നൽകിയത് എന്നുള്ളതാണ് നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്തായാലും വരും ദിവസങ്ങളിൽ അണികളുടെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അമൃത, കോഴിക്കോടിനും കാസർഗോഡിനും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകാത്തതിൽ വലിയ അമർഷം മുസ്ലിം ലീഗിൽ ഉയരുന്നുണ്ട്. വിവരങ്ങളാണ് നിഖിൽ പ്രമേഷ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.